മലപ്പുറം മമ്പാട് കൂളിക്കലിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കൂളിക്കൽ സ്വദേശികളായ കബീർ, യൂനുസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്നും പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. മലപ്പുറം മമ്പാട് കൂളിക്കലിൽ ഇന്ന് രാവിലെ 8 മണിയോടെയാണ് കാട്ടുപന്നി ആക്രമണമുണ്ടായത്. പ്രദേശവാസികളായ 2 പേരെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ കൂളിക്കൽ സ്വദേശി കബീർ, ഒപ്പം തന്നെ യൂനുസ്, രണ്ടുപേരും അയൽവാസികളാണ്. കുളിക്കാൻ പോകുന്നതിനിടെയാണ് ആക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കബീർ തന്നെ, അദ്ദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി അല്പം മുമ്പാണ് വീട്ടിലേക്ക് എത്തിയത്. വിശ്രമത്തിലാണ് കബീർ തന്നെ. എന്താണ് സംഭവിച്ചത്? രാവിലെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ പന്നി വന്നിട്ട് കുത്തിയതാണ്. നിങ്ങൾ സ്ഥിരം പോകുന്നതാണോ? സ്ഥിരം പോകുന്നതാണ്. അവിടെ തോടുണ്ട്, തോട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ പന്നി വന്ന് കുത്തിയതാ. ബാക്കിൽ നിന്ന് നടന്നു പോവായിരുന്നു. പറകുന്ന വന്ന് കുത്തിയതാ. പേരുണ്ടായിരുന്നു? അല്ല, ഞാൻ ഒറ്റക്കുള്ളൂ. പിന്നെ ഇവനുണ്ടായിന്, വേറെ പോകുന്നതാണ്. തോട്ടിലെത്തിയിട്ടില്ല. ഞങ്ങള് തോട്ടിൽ പോണ വഴിയാണ്. അപ്പൊ അത് അവനെ കുത്തിയതിനു ശേഷം അവൻ പന്നി പറഞ്ഞപ്പോ ഞാൻ ഓടി. ഞാൻ പന്നീനെ കണ്ടിട്ടില്ല. പന്നി വന്ന് കുത്തിയിട്ട് എന്നെ തള്ളിട്ടു. ആദ്യം നിങ്ങളാണല്ലോ കുത്തിയത്, യൂനിസ്. ഇതെന്താ സംഭവിച്ചു? ബൈക്കിലായിരുന്നു? ഞാൻ ബൈക്കുമ്പോ പോവനെ. അപ്പൊ ബൈക്കുമ്പോ പോയപ്പോ ഫ്രണ്ടിലുണ്ട്. ഞങ്ങള് കുളിക്കാൻ വേണ്ടി പോയപ്പോ പിന്നെ പന്നി ബാക്കിൽ വന്നിങ്ങാണ്ട് അടിച്ചതാണ്. ബൈക്കിനടിച്ചിട്ട് ഞാൻ വീണ് ഞാൻ സൗണ്ട് ഉണ്ടാക്കിയപ്പോ അവനെ വന്നിങ്ങാണ്ട് പിന്നെ അവന്റെ പുറകില് വന്നിങ്ങാണ്ട് കുത്തിയാണ്. തോട്ടിലേക്ക് എത്തിയിട്ടില്ല? തോട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ മുന്നിൽ ഞങ്ങൾ തോട്ടിക്ക് പോണ വഴിയിൽ തന്നെ. സ്ഥിരമായിട്ട് പന്നിയുള്ള സ്ഥലമാണത്? സ്ഥിരമായിട്ട് പന്നിയുള്ള സ്ഥലമാണ്. അതേമാതിരി നമ്മളെ കുട്ടികള് ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും തോട്ടിക്ക് ഈ വെള്ളം വന്നപ്പോ മീൻ പിടിക്കാനൊക്കെ പോകുന്ന സ്ഥലമാണ്. സ്ഥിരമായിട്ട് ഇതിനൊക്കെ ഒരു 10ഓളം ആളുകളെ പന്നി ആക്രമിച്ചിട്ടുണ്ട്. കാരണം അതിനെതിരെ ഞങ്ങൾ പല രൂപത്തിൽ പരാതികളും കാര്യങ്ങളൊക്കെ വനവകുപ്പിലൊക്കെ പരാതി കൊടുത്തിട്ട് ഇതുവരെ അതിന്റെ ഒരു പ്രതിവിധികളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഇപ്പം രാവിലെ കുട്ടികൾക്ക് മദ്രസക്ക് പോകാനോ 6 മണിക്ക് മദ്രസക്ക് പോകേണ്ടതാണ് കുട്ടികൾക്ക്. 6 മണിക്ക് ഇതിലെ പോകുമ്പോൾ എപ്പോഴും ഈ മൃഗങ്ങളെ ശല്യങ്ങളുണ്ട്. എപ്പോഴും ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. കുട്ടികളെ ഇതിലെ പോയി തോട്ടിന്റെ ഈ ഭാഗത്ത് കൂടെ കുട്ടികളൊക്കെ പോകുന്നത്. അപ്പൊ എപ്പോഴും ഇതിലെ ശല്യമാണ്, ഈ മൃഗങ്ങളെ ശല്യമാണ്. ഇപ്പൊ നായ്ക്കളായാലും രാവിലെ നായ്ക്കളുണ്ട്. പിന്നെ ഇപ്പൊ നേരെ പുലികൾ ഇറങ്ങി. ഇപ്പൊ 2 മാസം 3 മാസം മുമ്പ് പുലി ഇറങ്ങിയത്. പിന്നെ ആന ഇറങ്ങിയത് ഇതുണ്ട്. ഇപ്പൊ ഒരു കഴിഞ്ഞ കൊല്ലാണ് ആന ഒന്നുകൊണ്ട് ഇതിലെ ആക്രമിച്ചു പോയത്. കാട്ടുശല്യം ഇഷ്ടം പോലെ ഇതുണ്ട്. എന്തായാലും പകൽ 8 മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് പരിക്കേറ്റവരും നാട്ടുകാരും പറയുന്നത്. മാത്രമല്ല, ഇവിടെ സ്ഥിരമായി ഈ പ്രശ്നമുണ്ട്, അധികൃതരുടെ ഭാഗത്ത് നടപടിയില്ല എന്ന പരാതി കൂടി ഇവർക്കുണ്ടാക്കി.